നല്ല കപ്പ പുഴുങ്ങിയതും ഉണ്ടോ, രണ്ടു തരം ചമ്മന്തിയും. നമുക്ക് ഇതിവിടെ മുന്നേ വന്ന് ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണ്, നമുക്കറിയാം എന്തിനായിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കുറെ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മളിന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പാമ്പനാർ വെള്ളച്ചാട്ടത്തിലാണ്. ഇത് ശരിക്കും നമ്മുടെ പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടടുത്താണ്. അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആളെ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസകരമായ വഴിയാട്ടോ, ഈ പാമ്പനാർ വെള്ളച്ചാട്ടത്തിലേക്ക്. വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചു ദൂരം നമ്മൾ നടക്കണം. അപ്പൊ കുറേ സിനിമകളുടെ ഒക്കെ ലൊക്കേഷനിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എൽസമ്മ നാൻകുട്ടി അല്ലെങ്കിൽ മലയും കുഞ്ഞ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത് മൊത്തത്തിൽ. നമ്മുടെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആള് നമുക്ക് പുള്ളിയുടെ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കപ്പയും ചമ്മന്തിയും ഒക്കെ ആട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. കേരളത്തിൽ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഈ പാറ ഇങ്ങനെ ചെരിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ചെരിഞ്ഞിങ്ങനെ നിൽക്കുന്ന പാറയുടെ മുകളിലേക്കാണ് ഇത് ഒഴുകുന്നത്. അപ്പൊ അതിങ്ങനെ എന്താ പറയാ, മറ്റുള്ള വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴുകണ പോലെ നമുക്ക് തോന്നാറ്. പക്ഷെ ഇതിങ്ങനെ കണ്ട പോലെ സ്മൂത്ത് ആയിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ വെള്ളം ഒഴുകി വരുന്നത്. ഈ ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ യൂട്യൂബിലെടുത്തോട്ടോ. നമ്മള് മേളില് കണ്ട ആ വെള്ളച്ചാട്ടത്തിന്റെ ബാക്കി ഭാഗമാണിത്. അയ്യോ, ഇത് നേരിട്ട് വന്ന് തന്നെ ഒന്ന് കണ്ടോട്ടോ. നല്ല ബ്യൂട്ടി എന്നൊക്കെ പറയില്ല, അതാണ്. ആ മുള്ളുള്ള ഇതിവിടെ മുന്നേ വന്ന് ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണ്, നമുക്കറിയാം എന്തിനായിരിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള പരിപാടികള് നമ്മുടെ ഇത്രയും നല്ല സ്ഥലങ്ങളിലൊന്നും ഒന്ന് ചെയ്യാണ്ടിരിക്കുക. എത്ര നല്ല സ്ഥലങ്ങളല്ല, ഒരു സ്ഥലത്തും ചെയ്യാണ്ടിരിക്കുക. നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ട് ട്രാവൽ ചെയ്യുക. നല്ല കപ്പ പുഴുങ്ങിയതും ഉണ്ടോ, രണ്ടു തരം ചമ്മന്തിയും. നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ലിനിച്ചേട്ടൻ. തുറന്നപ്പോ തന്നെ നല്ല മണം, കൊതിയാവുന്നു കഴിക്കും. നമ്മൾ പാമ്പനാറിൽ നിന്ന് മാർമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോന്ന വഴിക്ക് ലിനിച്ചേട്ടൻ പാമ്പനാറിൽ നിന്ന് വിടാനായിട്ട് റെഡി ആയിരിക്കുവായിരുന്നു. പക്ഷെ ഞങ്ങൾ വിട്ടില്ല, ഞങ്ങൾ പൊക്കി. ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് വഴികാട്ടിയുടെ ഫ്രണ്ടിൽ ഇരുത്തിയതാണ്. പക്ഷെ ഞങ്ങളെ ചതിച്ചു, ഞങ്ങളെ ചതിച്ചു. ജസ്റ്റ് ഒരു ഡേവിയേഷൻ തെറ്റിച്ച് 4 കിലോമീറ്റർ നമ്മളെ ഇവിടത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ നല്ല വ്യാജേന വഴി തെറ്റിച്ചൊരു 4 കിലോമീറ്റർ മുകളിൽ കയറ്റി നിർത്തിയേക്കാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്തേക്ക്. പിന്നെ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണിച്ചിട്ട് പറഞ്ഞു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറാനായിട്ട്. ആൻഡ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ ഒരു ബാത്തിങ് പോയിന്റ് ഉണ്ട്, അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനായിട്ട് പറ്റും. മെയിൻ ആയിട്ട് അരുവിയുടെ അവിടെ ഇറങ്ങരുന്നാണ് പറഞ്ഞത്. റിബണൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പോയി നോക്കാം. ഇവിടെ അപകട സാധ്യത മുന്നറിയിപ്പിന്റെ ഇവിടെയൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കൊടയുടെ കൊട വലിയ കാര്യമായിട്ട് പോയി കൊടയൊക്കെ എടുത്തോണ്ട് വന്നായിരുന്നു. ചേട്ടി മഴ നനയണം. നമ്മൾ പച്ചയായ മനുഷ്യരായിരിക്കണം. 10 മിനിറ്റ് നമ്മള് ടിക്കറ്റ് പോയിന്റിൽ നിന്ന് 10 മിനിറ്റ് നടന്നാലാണ് മാർമല എത്തുള്ളൂ. പോണ വഴിക്ക് ഇങ്ങനെ വെട്ടിയൊക്കെ
വൃത്തിയായിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. ആദ്യം പറഞ്ഞ ബേത്തിങ് പോയിന്റ് ഇവിടെയാണ്. നമുക്ക് ഈ വഴി ഇറങ്ങിപ്പോയാൽ നമുക്ക് വലിയ ആഴമില്ലാത്ത സ്ഥലത്തെത്തി കുളിക്കേണ്ടവർക്ക് ഫാമിലി ആയിട്ട് വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അരുവിയിലേക്ക് അവർ രണ്ടുപേരും കൂടി ബാക്കില് പതുക്കെ വരുന്നുണ്ട്. ഇവിടെ ഈ അരുവിക്കയത്തില് നിർബന്ധമായിട്ടും ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒത്തിരി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം മഴയാണ്, തെന്നി കിടക്കാൻ ആകെ പ്രശ്നമാണ്. സോ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും സേഫ്. ഞങ്ങളിവിടെ മഴ പെയ്ത് പെട്ടിരിക്കുക മർമലയില്. നാച്ചുറൽ വേറെ ആളെ കണ്ടോ, അതിബുദ്ധിമാൻ ആദ്യം തന്നെ വന്ന് ഇതിലേക്ക് വെള്ളം നമ്മൾ ആ 10 മിനിറ്റ് നടന്നു വന്ന് കാണുന്ന ഒരു വ്യൂ അതിമനോഹരമാണ്, അതുപോലെ തന്നെ അപകടകരവുമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ റിസ്ക് എടുത്ത് അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി അവര് റിബണൊക്കെ കേട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്കത് ആസ്വദിക്കാം. എന്നിട്ട് നമുക്ക് ബേത്തിങ് പോയിന്റിൽ പോയിട്ട് ഒത്തിരി മഴ പെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് കണ്ടോ, മൊത്തം ഇങ്ങനെ നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ വെള്ളമാണ്. മാർമലയിൽ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ എരിയറ്റു പാറ വെള്ളച്ചാട്ടം കണ്ടു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോൾ മൈക്ക് വർക്കായതില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു നാച്ചുറൽ പൂൾ എന്ന് പറയാം, ഒട്ടും ആഴമില്ല. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഒരു അപകടവും ഇല്ലാത്തൊരു സ്ഥലം. നമ്മുടെ എരിയാറ്റുപാറ വന്ന് ഇവിടെ ഒരു കുഞ്ഞു കട കണ്ടു. ചേച്ചിയുടെ കടയിൽ നമ്മൾ ചായയും നല്ല ബ്രെഡ് ഓംലെറ്റും മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല വിന്റേജ് പ്ലേറ്റ് ഒക്കെ കണ്ടോ, ചായനകത്തേക്ക് ചാടിയൻ. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇലിക്കൽക്കല്ല് റൂട്ടിലേക്കൊക്കെ വരും. അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അരുവികൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാം വെള്ളമാണ്, വെള്ളച്ചാട്ടമാണ്, പാറയാണ്, പക്ഷേ ഓരോന്നും സ്പെഷ്യലാണ്. ഇതെല്ലാം ഒരു ചുറ്റുവട്ടത്താണ് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ശരിക്കും ഈ കോട്ടയത്തിന്റെ ഈ ഒരു പാലാ റീജിയനെ നമുക്ക്, എനിക്ക് തോന്നുന്ന വാട്ടർഫോൾസിന്റെ തലസ്ഥാനം ഓഫ് കോട്ടയം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അത്രയും നല്ല അടിപൊളി വെറൈറ്റി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് അരുവിപ്പാറ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അതിനു മുന്നേ ഇവിടെ നമുക്കിതേ നല്ല സീനിക് ആയിട്ടുള്ള ഈ ഒരു ദൃശ്യങ്ങളും ആസ്വദിക്കാം. ബെസ്റ്റ് വ്യൂ കാണിച്ചു തരാം. എല്ലാവർക്കും നമ്മുടെ ഈ സീരീസ് അങ്ങോട്ട് തിരിഞ്ഞോ.